അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ് ആർ പ്ലസ് ജെ എക്സ്. ഒരു റിയൽ ടേം ഉണ്ടാവും, അതിനൊരു ഇമാജിനറി ടേം ഉണ്ടാവും. റിയൽ ടേം ഓഫ് ഇസഡ് എന്താന്ന് പറയുന്നത് റെസിസ്റ്റൻസ് നമുക്കറിയാം. ഇമാജിനറി ടേമിനാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത് അല്ലെ. റിയാക്ടൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആർക്കാണ്? റിയാക്റ്റീവ് എലമെന്റ്സിന് മാത്രമേ റിയാക്ടൻസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അല്ലെ. ഒരു സൈനസോയ്ഡൽ വേവ് ഫോമിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 പാരാമീറ്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന്, ആ ഒരു വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂ അഥവാ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ അത് അറിഞ്ഞിരിക്കണം. 2, അതിന്റെ ഒമേഗ ആംഗുലർ വെലോസിറ്റി അഥവാ ഫ്രീക്വൻസി നമ്മൾ അറിഞ്ഞിരിക്കണം. 3, അതിന്റെ ഫൈ അഥവാ ഫേസ് ഷിഫ്റ്റ് അഥവാ ഫേസ് ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 3 പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ലീഡും ലാഗ് നമുക്ക് എങ്ങനെ പറയാം? ഇത് ആന്റി ക്ലോക്ക് വൈസിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ എന്താണ് ആദ്യം കാണുന്നത് അല്ലെ. ആദ്യം കാണുന്നത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം വരുന്ന ആരാണ്? M1 ആണ് അല്ലെ. അതാണ് എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. ആരെക്കാളും? ഇവനേക്കാളും. വോൾട്ടേജ് -60 ഡിഗ്രിയാണ് അല്ലെ. -60 ഡിഗ്രി എന്ന് പറയുമ്പോൾ സൈനിൽ നിന്ന് ഞാൻ ചെയ്തു അല്ലെ. ഇതും സൈൻ തന്നെയാണ്. സൈനിൽ നിന്ന് ഞാനൊരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 60 ഡിഗ്രി ഞാൻ ചെയ്തു. ഞാൻ വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്തു. ഇതാണ് 60 ഡിഗ്രി അല്ലെ. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ഇങ്ങനെ ഒരു പ്ലെയിൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് വേവ് ഫോം ആണ് ലീഡ് ചെയ്യുന്നത്. വോൾട്ടേജ് ലാഗ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് എത്ര ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട്? 60 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 60 ഡിഗ്രി ഇതൊരു ആൻസർ ആയിട്ട് വരാം. പക്ഷെ ഒരിക്കലും എന്തല്ല, ഇതൊരു ആൻസർ അല്ല. എന്താണ് കാരണം? ഇതാണിത് 2 വെക്ടറുകൾ തമ്മിലുള്ള അഡീഷൻ. ഈ സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ഫേസറിനും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫേസർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ സെയിം കോൺസെപ്റ്റ് തന്നെ സെയിം ക്യാൻ ബി ആപ്ലിക്കബിൾ ഫോർ ഫേസർ അഡീഷൻ. എന്താണ് പ്രത്യേകത? എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു ഇലക്ട്രിക്കൽ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഒരു IT ലെവൽ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്ലോമ ലെവലോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലോ ഈവൻ SSC JEE RRB JEE തുടങ്ങിയ എക്സാം ആയിക്കോട്ടെ, ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് AC ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല പല സബ്ജക്റ്റിന്റെ ബേസ് കിടക്കുന്നതും എന്ത് തന്നെയാണ്? ഈ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് ഈവൻ മെഷീൻസ് ആണെങ്കിലും പവർ സിസ്റ്റം ആണെങ്കിലും നമുക്ക് അനായാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിലെ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു AC ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റെപ്രസെന്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി. എന്താണ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കും. അത് നമുക്ക് ബേസിക്കലി 2 രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അതിന്റെ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫോമിലും, പിന്നെ അതിന്റെ ഫേസർ ഫോമിലും. ഓക്കെ, അപ്പോൾ ഫേസർ ഫോം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഈവൻ മെഷീൻസിലാണെങ്കിലും പവർ സിസ്റ്റത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫേസർ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതിനൊരു ആംഗിൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് RMS വാല്യൂ ആണോ അതോ അതിൻ്റെ മാക്സിമം വാല്യൂ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവും. പിന്നെ എന്താണ് ലീഡിങ്, എന്താണ് ലാഗിങ് തുടങ്ങിയ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ്? സൈനസോയ്ഡൽ വേവ് ഫോം. അപ്പോൾ എന്താണ് ഒരു സൈനസോയ്ഡൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈനസോയ്ഡൽ വേവ് ഫോം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അല്ലേ. സൈനസോയ്ഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ മാത്രമല്ല അല്ലേ, കൊസൈൻ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? സൈനസോയ്ഡൽ ആയിട്ടുള്ള വേവ് ഫോം തന്നെയാണ്. സൈനും കൊസൈനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്താ പറയുന്നത്? സൈനസോയ്ഡൽ വേവ് ഫോം എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറൊരാളും കൂടെ ഉണ്ട്. ആരാണ്? ഈ പറഞ്ഞ പോലെ ടാൻ ഫംഗ്ഷൻ ഉണ്ടല്ലേ. ടാൻ ഒരു സൈനസോയ്ഡൽ വേവ് ഫോം ആണോ? അല്ല, ഒരിക്കലും ടാൻ എന്തല്ല ഒരു സൈനസോയ്ഡൽ ആയിട്ടുള്ള വേവ് ഫോം ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഇത് 3 പീരിയോഡിക് ആയിട്ടുള്ള സിഗ്നലാണ്. ഓക്കെ, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഇത് 3 പീരിയോഡിക് ആയിട്ടുള്ള സിഗ്നലാണ്. പക്ഷേ ഈ 2 ഫംഗ്ഷൻ പീരിയോഡിക് സിഗ്നൽ മാത്രമല്ല, പിന്നെന്താണ്? പവർ സിഗ്നലും കൂടിയാണ്. ഓക്കെ, പവർ സിഗ്നലും കൂടിയാണ്. നമുക്ക് ഇതിനെ മെഷർ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ടാൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും എന്തല്ല, ഇതൊരു പവർ സിഗ്നൽ അല്ല, നമുക്ക് മെഷറോ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മാത്രവുമല്ല ഇത് എനർജി സിഗ്നലും അല്ല. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സിഗ്നൽ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് രണ്ടും അല്ലാത്ത പക്ഷം എന്താണ്? ഈ ടാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നൈദർ എനർജി നോർ പവർ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടാൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറില്ല. അതിൻ്റെ RMS വാല്യൂ ആവറേജ് വാല്യൂ ഒന്നും ചോദിക്കാറില്ല. എല്ലാം എന്ത് തന്നെയാണ്? ഈ സൈനസോയ്ഡൽ വേവ് ഫോം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈനസോയ്ഡൽ വേവ് ഫോമിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 പാരാമീറ്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന്, ആ ഒരു വേവ് ഫോമിൻ്റെ മാക്സിമം വാല്യൂ അഥവാ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ അതറിഞ്ഞിരിക്കണം. 2, അതിൻ്റെ ഒമേഗ ആംഗുലർ വെലോസിറ്റി അഥവാ ഫ്രീക്വൻസി നമ്മൾ അറിഞ്ഞിരിക്കണം. 3, അതിൻ്റെ ഫൈ അഥവാ ഫേസ് ഷിഫ്റ്റ് അഥവാ ഫേസ് ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 3 പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് വരും. ഒരു വേ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്താണ്? മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫോം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന IM sin omega t എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണിത് ഫേസർ ഫോം. അപ്പോൾ നമുക്ക് ആദ്യം ആ ട്രിഗണോമെട്രിക് ഫോമിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അനലൈസ് ചെയ്യാം. ലീഡും ലാഗും കോൺസെപ്റ്റൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫേസർ ഫോമിലേക്ക് വരാം.
ഓക്കെ, അപ്പോൾ മോസ്റ്റ് ജനറൽ ഫോം ഓഫ് എന്താണ് ഒരു സൈനസോയ്ഡൽ സിഗ്നലിനെയാണ് നമ്മളിവിടെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു കറണ്ട് വേവ് ഫോം ആയിട്ട് എടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. ഐ ഓഫ് ടി സിക്കൽ ടു IM sin omega t പ്ലസ് 5. അപ്പം ഓരോ ടൈമും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവർക്കും അറിയാം അല്ലേ, IM എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ. പിന്നെ എന്താണ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ എന്താണ്, 2πf ആണ്. എഫ് ഫ്രീക്വൻസിയാണ്. അതിന് നമ്മൾ ഒമേഗനെ പറയുന്ന പേര് എന്താണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്, ഹേർട്സ് അല്ലെങ്കിൽ എന്താണ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഫൈ എന്താണ്, ഫേസ് ഷിഫ്റ്റ് അഥവാ ഫേസ് ഡിഫറൻസ്. അതിൻ്റെ യൂണിറ്റ് റേഡിയൻസിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രിയിലും പറയാം. ടൈം എന്താണ്, ടൈം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/, ഫ്രീക്വൻസിയാണ്. 1/f ആണത് ടൈം പീരീഡ്. ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യണത്. ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ആണത് നമ്മുടെ ടൈം പീരീഡ്. സെക്കൻഡിലാണത് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഒമേഗ ടി മൊത്തത്തിൽ പറയുന്നതാണ് ഒമേഗ ടി ആർഗ്യുമെന്റ് ഓഫ് സൈനസോയ്ഡ്, അതായത് ആംഗിൾ ഓഫ് സൈനസോയ്ഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ് ആംഗുലാർ ഫ്രീക്വൻസിയിൽ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. അത് ഇവിടെ വരുമ്പോൾ എന്താണ് തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറും അല്ലേ. അതായത് നമുക്കറിയാം എന്ത് തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അതാണ് എന്ത് തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ആർഗ്യുമെന്റ് ഓഫ് സൈനസോയ്ഡ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം അല്ലേ. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ടി വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആംഗിളിൽ വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ സിംപ്ലി എന്താണ് ടൈമിൽ വെച്ചിട്ടായാലും നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ IM sin omega t അതിനെ മാത്രമായിട്ട് പ്ലോട്ട് ചെയ്യുന്നു അല്ലേ. വെറുതെ ഒരു സൈനസോയ്ഡൽ ഫംഗ്ഷൻ ആയിട്ട് മാത്രം ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. ഈ ഫൈ എന്ത് ചെയ്യുന്നു, ആ ഫേസ് ഡിഫറൻസ് അതൊരു ആംഗിളാണ് അല്ലേ, അത് 0 ആയിട്ട് ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്, അസ്യൂം ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് IM sin omega t ആണ് ഞാൻ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു സൈനസോയ്ഡൽ വേവ് ഫോം എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് IM sin omega t പ്ലസ് 5. ഓക്കെ, ഒരു പോസിറ്റീവ് വാല്യൂ ഞാൻ എടുക്കുകയാണ്, ഒരു ഫേസ് ഞാൻ ജസ്റ്റ് പോസിറ്റീവ് വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ IM sin omega t പ്ലസ് 5 എനിക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് അത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്തറിയണം, IM sin omega t നമുക്ക് വേണം അല്ലേ. IM sin omega t ആ ഒരു വേവ് ഫോമിന് അതേപടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്ലസ് 5 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇത് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ് എന്ത് IM sin omega t പ്ലസ് 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ജസ്റ്റ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ഒരു കമ്പാരിസൺ നടത്താൻ പോകുന്നത് ലീഡാണോ ലാഗാണോ. ലീഡാണെങ്കിൽ എത്ര ആംഗിൾ ലീഡാണ്, അതാണ് നമ്മൾ ജസ്റ്റ് പറയാനായിട്ട് പോകുന്നത് അല്ലേ. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് ലീഡ്സ് IM sin omega t എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്, 0 എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ മുമ്പ് ആര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ IM sin omega t പ്ലസ് 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എത്ര യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ എത്ര ആംഗിൾ ആണ്, ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് അഥവാ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ഫൈയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ജസ്റ്റ് എന്താണ് ഫൈയുടെ വാല്യൂ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. ഇനി ഫൈയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേ, നമ്മുടെ IM sin omega t എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും IM sin omega t മൈനസ് 5 എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്യണത്, ആ 5 യൂണിറ്റ്സ് അത്രയും നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. അപ്പം ഈ ഒരു ഗ്രീൻ വേവ് ഫോം നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രയും യൂണിറ്റ്സ് നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, IM sin omega t മൈനസ് 5 ആയിട്ട് കിട്ടുന്നത്. കണ്ട, മൈനസ് 5 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ വേവ് ഫോം എന്താണ്, IM sin omega t മൈനസ് 5 ആണ്. അപ്പം ഈ ഒരു ആംഗിളിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ 5 ആയിട്ട് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെയും എന്തിനാണ് 5 തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് ലീഡും ലാഗും നമുക്ക് പറയാം അല്ലേ. ഓക്കെ, ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ 5 ആംഗിൾ കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ ഓറഞ്ച് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും 5 യൂണിറ്റ്സ് നമ്മൾ ഡിലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാഗ് എന്ന് പറയുന്നത് അല്ലേ. ലാഗ് IM sin omega t വെച്ച് നോക്കുമ്പോഴത്തേക്കും 5 യൂണിറ്റ്സ് ലാഗാണ് IM sin omega t മൈനസ് 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കമ്പയർ ചെയ്യാം, ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ആരാണ് ലാഗ് ചെയ്യണത്, IM sin omega t മൈനസ് 5 ആണ് ലാഗ് ചെയ്യണത്. ആര് വെച്ച് നോക്കുമ്പോഴത്തേക്കും IM sin omega t പ്ലസ് 5 വെച്ച് നോക്കുമ്പോഴത്തേക്കും എത്ര ആംഗിളാണ് ലാഗ് ചെയ്യണത്, ഈ പറഞ്ഞ പോലെ 2π അല്ലേ. ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 കഴിഞ്ഞ് അടുത്ത 5 കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്ത്, ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എത്ര ആംഗിൾ ഡിഫറൻസ് ഉണ്ട്, പറഞ്ഞ ഫേസ് ഡിഫറൻസ് 2π ആണ്. അപ്പോൾ അത്രയും ആംഗിൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ആംഗിൾ കഴിഞ്ഞിട്ടാണ് എന്ത്, ഇതിന് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തേക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് എന്ത് ലാഗും ലീഡും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു IM sin omega t എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ IM sin omega t പ്ലസ് 5 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ 5 യൂണിറ്റ്സ് ലീഡ് ചെയ്യുന്നുണ്ട് ആരെക്കാളും, IM sin omega t-നേക്കാളും IM sin omega t പ്ലസ് 5 ലീഡ് ചെയ്യുന്നുണ്ട്. അതാണ് പ്ലസ് 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഒന്ന് ആലോചിച്ചൊക്കെ, പ്ലസ് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ, ലീഡ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം.
ഓക്കെ. പക്ഷേ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണത് എങ്ങോട്ടാണ്? ഈ പറഞ്ഞ ഫ്രണ്ടിലേക്കല്ല. ലീഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യരുത്. ഷിഫ്റ്റ് ചെയ്യണത് എപ്പോഴും ലെഫ്റ്റിലേക്കാണ്, +5 ആയതുകൊണ്ട് അല്ലേ. ലാഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത് അല്ലേ, -5. അപ്പം അത്രയും യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്? Im sin ωt. ഇത് ജസ്റ്റ് എന്താണ്? sin ωtയുടെ ഫംഗ്ഷനിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സൈനസോയിഡാണ്, നമുക്ക് എന്ത് ചെയ്യാം? കോസിൻ്റെ ഫംഗ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് അടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇവിടെ വോൾട്ടേജ് വേവ് ഫോം ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഈ ബ്ലൂ ലൈനാണത് നമ്മുടെ ഒരു കോസ് ഫംഗ്ഷനായിട്ട് നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ. എന്താണ്? Vm cos ωt അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഞാൻ ഒരു ഡിഗ്രിയാണ് ഞാൻ എന്ത് ചെയ്യണത്? ഞാൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ 0-ൽ ഇതിന് മാക്സിമം വാല്യൂ എത്തി അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഗ്രീൻ വേവ് ഫോം 0-നേക്കാൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മാക്സിമം വാല്യൂ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ Vm cos ωt +5 ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആ +5 അല്ല, ഇവിടെ തീറ്റയാണ്. അത്രയും യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് ഈ ഒരു ബ്ലൂ വേവ് ഫോം നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര യൂണിറ്റ്സ്? ഈ പറഞ്ഞ പോലെ യൂണിറ്റ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ എന്താണ്? ഈ റെഡ് വേവ് ഫോം Vm cos ωt -θ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എത്രയാണ്? അത്രയും യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു ബ്ലൂ വേവ് ഫോമിനെ അത്രയും യൂണിറ്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വേവ് ഫോം ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഗ്രീൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിയുമ്പോഴാണ് ആര് സ്റ്റാർട്ട് ചെയ്തത്? ബ്ലൂ സ്റ്റാർട്ട് ചെയ്തത്. വീണ്ടും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ റെഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പം ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രീനും റെഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം അല്ലേ? റെഡ് ലാഗാണെന്ന് പറയാം. എത്ര ആംഗിൾ ലാഗാണ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി ലാഗാന്ന് പറയാം? 2θ ഡിഗ്രി ലാഗാണ്. ആരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും? ഈ ഗ്രീൻ വേവ് ഫോമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അതായത് Vm cos ωt +θ വെച്ച് നോക്കുമ്പോഴത്തേക്കും Vm cos ωt -θ എത്ര ആംഗിൾ ലാഗാണ്? ഈ പറഞ്ഞ പോലെ 2θ ആംഗിൾ ലാഗാണെന്ന് നമുക്ക് പറയാം. പക്ഷേ മറിച്ച് cos ωt വെച്ച് റെസ്പെക്ട് ചെയ്ത് പറയുമ്പോൾ എത്രയാണ്? θ ആംഗിളാണെന്ത്? ഇത് ലാഗ് ഉള്ളതെന്ന് പറയാം. ഇത് എത്രയാണ്? θ ആംഗിളാണ് അഡ്വാൻസ്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും θ ആംഗിൾ അഡ്വാൻസ്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ്? 2θ ആംഗിൾ ലീഡ് ചെയ്യുന്ന അഥവാ അഡ്വാൻസ് ചെയ്യണം നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. ശരി. നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? അതിനെ ഈ പറഞ്ഞ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫോം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ലീഡും ലാഗും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി? എന്താണ് ഫേസർ? അതിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഇറ്റ് ഈസ് എ വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ വേവ് ഫോം. നമ്മളൊരു സൈനസോയ്ഡൽ വേവ് ഫോമിന് നമ്മൾ വെക്ടർ രീതിയിൽ, ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ. ഇവിടെയും അത് ആ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഫേസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? വെക്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കുറേ ആൾജിബ്ര അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ഫേസർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അതല്ലാതെ ഫേസറും വെക്ടറും രണ്ട് തന്നെയാണ്. ഓക്കെ. രണ്ടും തന്നെയാണ്. പക്ഷേ വെക്ടറിൽ നമ്മൾ പഠിച്ചേക്കുന്ന കുറേ ആൾജിബ്ര അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് ആരിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും? ഫേസറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു സൈനസോയ്ഡൽ ക്വാണ്ടിറ്റിനെ നമ്മൾ ഫേസറായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്ടർ മാതിരി അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ അങ്ങോട്ടൊരു എക്സാമ്പിൾ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ വെക്ടർ ഫോമിൽ കൊടുത്തേക്കുന്നതിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് അതാണ്. ക്ലിയർ ആണല്ലോ? ശരി. ഫേസർ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ജസ്റ്റ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫേസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി. സോ വി ക്യാൻ അപ്ലൈ ലോസ് ഓഫ് വെക്ടർ ആൾജിബ്ര. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ആർക്കാണ്? ഈ പറഞ്ഞ വോൾട്ടേജും കറണ്ടും വേവ് ഫോമിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ഫേസർ റെപ്രസെൻറ്റേഷൻ നമ്മൾ എടുക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് അഥവാ അതിനൊരു ലെങ്ത് ഉണ്ടാവും അല്ലെ. വെക്ടർ ആണെങ്കിൽ ഒരു ലെങ്ത് ഉണ്ടാവും. പിന്നെന്താണ്? അതിനൊരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ. അതെന്താണ് നമ്മൾ പറയാനായിട്ട് വന്നത്. അപ്പം അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. നമ്മളൊരു സൈനസോയ്ഡൽ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട് അല്ലെ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഒരു പീക്ക് വാല്യൂയിലാണോ അത് റെപ്രസെൻറ്റ് ചെയ്യണത് അഥവാ അതിൻ്റെ RMS വാല്യൂയിലാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പലർക്കും പല കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ടുകൾ വരാറുണ്ട്. രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും മാക്സിമം വാല്യൂ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. ചില പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ അത് നേരെ പീക്ക് വാല്യൂയിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂയിലും പീക്ക് വാല്യൂ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫേസിൻ്റെ ലെങ്ത് അഥവാ മാഗ്നിറ്റ്യൂഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് ആ ഓരോ ക്വസ്റ്റിന് അനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി എടുക്കണം.
ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ആൻസറിൽ എന്ത് വരില്ല, ചിലപ്പോൾ മാക്സിമം വാല്യൂലായിരിക്കില്ല റെപ്രസെൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ RMS വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഇലക്ട്രിക്കൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും RMS വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യണത് എന്താണ്, ഈ പറഞ്ഞ പോലെ പീക്ക് വാല്യൂവിനേക്കാൾ കൂടുതൽ RMS വാല്യൂ ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ഫേസർ രണ്ടിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യണത് എന്താണ്, അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല. പല ടെക്സ്റ്റ് ബുക്കുകളിലും മാക്സിമം വാല്യൂ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ശരി, നമ്മൾക്കറിയാം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഈ ഒരു സൈനസോയിഡൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ഫേസറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. VM sin ωt+5 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫേസറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. നമുക്കറിയാം 3 ക്വാണ്ടിറ്റീസ് വേണം. ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം, പിന്നെ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി വേണം, പിന്നെ എന്താണ് ഫേസ് ഷിഫ്റ്റ്. അതെങ്ങനെയാണ് നമുക്ക് ഒരു ഫേസറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു റെഫറൻസ് വേണം. നമ്മളൊരു ഫേസാർ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു റെഫറൻസ് കൂടിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ആദ്യം ഒരു റെഫറൻസ് എടുത്തേക്കണം. ഇതാണ് എൻ്റെ റെഫറൻസ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, VM sin ωt+5 എനിക്ക് ഫേസറായിട്ട് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എന്ത് വേണം, അതിൻ്റെ ലെങ്ത് അഥവാ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്കറിയണം അല്ലേ. മാഗ്നിറ്റ്യൂഡ് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ VMൻ്റെ ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ RMS വാല്യൂ VM/√2ൻ്റെ ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ എത്ര ആംഗിളാണ് വരയ്ക്കേണ്ടത് അത് ഇവിടെ നോക്കിയാൽ മതി, 5. ഓക്കെ, 5 ആംഗിളാണ് എനിക്കത് വരയ്ക്കേണ്ടത്. അതായത് ഞാനിവിടെ എടുത്തേക്കുന്ന റെഫറൻസ് വേറൊന്നുമില്ല, VM sin ωt ആണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. VM sin ωt ഇതാണ് എൻ്റെ റെഫറൻസ് ആയിട്ട് ജസ്റ്റ് എടുത്തേക്കുന്നത്. ഇതും എന്തിനാണ് ഒരു ഫേസറായിട്ട് എടുക്കുക. റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫേസറായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അതിന് റെസ്പെക്ട് ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് വരയ്ക്കേണ്ട ഫേസർ എന്ന് പറഞ്ഞാൽ VM sin ωt+5 ആണ് അല്ലേ. അപ്പോൾ ഞാൻ +5 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഞാൻ +5 യൂണിറ്റ്സ് എടുക്കുന്നത് ഈ ഒരു റെഫറൻസിൽ നിന്ന്. അതിൻ്റെ ലെങ്ത് എത്രയാണ്, ലെങ്ത് ഈ പറഞ്ഞ പോലെ VM/√2 അഥവാ VMലും എനിക്ക് വരയ്ക്കാം, രണ്ടിലും എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്ത്, ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് VM sin ωt+5. ഓക്കെ, അപ്പോൾ ഈ +5 എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ എവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്ത ആ ഒരു റെഫറൻസിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്തേക്കുന്നത്. അതാണ് ഈ 5 കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 5 ഡിഫൈൻ ചെയ്യുന്നത്, ആംഗിൾ മെയ്ഡ് ബൈ ദി ഫേസർ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ഈസ് ഫേസ് 5 ഓഫ് ദി സൈനസോയിഡൽ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് ഒന്നും വേറൊന്നുമില്ല, sin ωt ആയിട്ട് മാത്രമേ എടുത്തുന്നുള്ളൂ. അതിനെന്തില്ല, ഫേസ് ഷിഫ്റ്റ് ഉണ്ടോ, ഇല്ല. ഇത് 0 ഡിഗ്രിയാണ് അല്ലേ. നമ്മൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് എന്ത്, VM sin ωt+5 എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡും ആംഗിൾ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. VM/√2 RMS വാല്യൂലും പീക്ക് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനും രണ്ടും ശരി തന്നെയാണ്. ഇപ്പം മാഗ്നിറ്റ്യൂഡായി, ആംപ്ലിറ്റ്യൂഡായി അല്ലേ. ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി എന്താണ്, ആംപ്ലിറ്റ്യൂഡായി, പിന്നെ ഫേസ് ഷിഫ്റ്റുമായി അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ടേം മിസ്സിംഗ് ആണ്. എന്താണ്, ഈ പറഞ്ഞ പോലെ ഒമേഗ അല്ലെ, ആംഗുലാർ ഫ്രീക്വൻസി മിസ്സിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസിയുടെ കറക്റ്റ് മാർക്ക് ചെയ്യണം. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം വരാൻ പോകുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഇത് ഫേസർ ആണ്. ഇതെന്താണ്, ഒരു ഫേസർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഫേസറാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താണ് ഒരു സംഭവമാണ്. അതാണ് ഫേസർ റൊട്ടേറ്റ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അറ്റ് സ്പീഡ് ഓഫ് ഒമേഗ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ് ഒരു സൈനസോയിഡൽ ക്വാണ്ടിറ്റി. ഫേസറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം ക്ലിയർ ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്ലിയർ ആണ്, അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് ക്ലിയർ ആണ്, അതുപോലെ എന്താണ് അതിൻ്റെ സ്പീഡ് ഒമേഗയും ക്ലിയർ ആണ്. നമ്മൾ നോർമൽ കേസ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ ഒമേഗ റെപ്രസെൻറ്റ് ചെയ്യാറില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡും അതുപോലെ ഷിഫ്റ്റ് ആംഗിളും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ വരയ്ക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ് VM sin ωt+5. ഒരു റെഫറൻസ് ഉണ്ടാവും, ആ റെഫറൻസിന് നമ്മൾ 5 യൂണിറ്റ്സ് നമ്മൾ വരച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഫേസർ റെപ്രസെൻറ്റ് ചെയ്യും. ഇതെന്താണ്, ഇത് ജസ്റ്റ് സ്റ്റില്ല ഈ ഒരു പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു സ്റ്റേഷനറി ആയിട്ട് നിങ്ങൾ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. എക്സാക്ട്ലി ഇതെന്താണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, അറ്റ് ആൻ ആംഗിൾ എന്താണ്, അറ്റ് ആ സ്പീഡ് ഓഫ് ഒമേഗ. ഓക്കെ, അത്രയും റേഡിയൻസ് പെർ സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയാണ് എന്ത് വരുന്നത്, ഇതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് വരച്ച സിഗ്നൽ തന്നെയാണ്. 3 വേവ് ഫോം ഉണ്ട്. ഒന്ന് IM sin ωt ഉണ്ട്, പിന്നെ എന്താണ്, ഒന്ന് ലീഡ് ചെയ്തിട്ടുള്ള വേവ് ഫോം ഉണ്ട്, ഒന്ന് ലാഗ് ചെയ്തിട്ടുള്ള വേവ് ഫോം ഉണ്ട്. ഇവിടെ 5 യൂണിറ്റ്സ്, ഇവിടെ ജസ്റ്റ് θ യൂണിറ്റ്സ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഒന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 3 ക്വാണ്ടിറ്റീസിനെയും നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു റെഫറൻസ് വേണം അല്ലേ. റെഫറൻസിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, IM sin omega t നെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് മാക്സിമം വാല്യൂ ആംഗിൾ 0 ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ് എന്ത് നമ്മുടെ IM sin omega t റെഫറൻസ് ആയിട്ട് എടുത്തേക്കാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇനി എനിക്ക് എന്ത് വരയ്ക്കണം, ഈ ഒരു വേവ് ഫോമിൽ എനിക്ക് വരയ്ക്കണം, ഫേസാർ രൂപത്തിൽ വരയ്ക്കണം. ഈ റെഫറൻസ് ഇതാണ് നോക്കിയേ, IM1 sin omega t പ്ലസ് 5 ആണ്. അപ്പോൾ എന്താണ് മീൻ ചെയ്യേണ്ടത്, പ്ലസ് 5 ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ 5 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അല്ലേ, ഈ റെഫറൻസിൽ നിന്ന് 5 യൂണിറ്റ്സ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഫേസാർ വരയ്ക്കുന്നത്. അതിൻ്റെ ലെങ്ത് നമുക്ക് വേണമെങ്കിൽ IM1 പറയാം, അതല്ലെങ്കിൽ മാക്സിമം വാല്യൂവിൽ പറയാം, അല്ലെങ്കിൽ IM1 ഡിവൈഡ് ബൈ √2ൻ്റെ ടേംസിലും പറയാം. ഞാൻ ഇത് ഇവിടെ നിന്ന് ഒരു 5 യൂണിറ്റ്സ് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫേസാർ അങ്ങ് വരച്ചു. അപ്പോൾ ഇതെന്താണ്, IM1 ആണ്. ഓക്കെ, IM1 ആംഗിൾ 5, ഇതാണ് എന്ത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നോക്കിയേ, IM2 sin omega t മൈനസ് തീറ്റയാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, IM2 sin omega tയിൽ നിന്ന് മൈനസ് തീറ്റയാണ്. അപ്പോൾ എന്താണ്, ഇത് പ്ലസ് 5 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ വരച്ചത്. അപ്പം മൈനസ് വാല്യൂ വരികയാണെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ ക്ലോക്ക് വൈസിൽ വേണം നമ്മൾ എടുക്കേണ്ടത്. ആ റെഫറൻസിൽ നിന്ന് നമ്മളൊരു തീറ്റ യൂണിറ്റ്സ് ക്ലോക്ക് വൈസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ IM2 sin omega t മൈനസ് തീറ്റ ഫേസറായിട്ട് വരയ്ക്കേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് IM2, അല്ലെങ്കിൽ നമുക്ക് IM2 ബൈ √2ലും വരയ്ക്കാം. ജസ്റ്റ് ഇവിടെ മാക്സിമം വാല്യൂലാണ് ഞാൻ മാക്സിമം വാല്യൂലാണ് ഞാനിത് ഫേസർ റെപ്രസെൻറ്റ് ചെയ്തേക്കണം കേട്ടോ, തീറ്റ യൂണിറ്റ്സ്. അപ്പോൾ റെഫറൻസ് ആയിട്ട് നോക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 5 യൂണിറ്റ്സ് ഞാൻ വരച്ചു. ഇതോ ഈ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ തീറ്റ യൂണിറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് എന്ത് ഫുൾ റെപ്രസെൻറ്റേഷൻ അല്ലേ. ഇത് ഇങ്ങനെ വരയ്ക്കണേക്കാളും നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പ്ലെയിനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി ലീഡും ലാഗും കറക്റ്റ് മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസർ എല്ലാം എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യണത്, റൊട്ടേറ്റ് ചെയ്യണത് അല്ലേ. ഏത് ഫ്രീക്വൻസിയിൽ, ഒമേഗ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിൽ. ഈ മൂന്നും ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 ഫേസർ ഉണ്ട്. നമ്മളിത് റെഫറൻസ് ആയിട്ട് ഇത് എടുത്ത് വെക്കേണ്ടതേ ഉള്ളൂ. ഈ 3 ഫേസറും എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സ്പീഡിൽ, ഒമേഗ എന്ന് പറഞ്ഞ സ്പീഡിൽ. ഇതാണ് സൈൻസോഡൽ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈൻസോഡൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ലീഡും ലാഗും നമുക്ക് എങ്ങനെ പറയാം, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ആദ്യം കാണുന്നത് അല്ലേ, ആദ്യം കാണുന്നത് എന്ത് ചെയ്യും, ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണത്, ഓക്കെ, ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന ആരാണ്, IM1 ആണ് അല്ലേ. അതാണ് എന്ത് ചെയ്യണത്, ലീഡ് ചെയ്യണത്. ആരെക്കാളും, എവനേക്കാളും അല്ലേ. അപ്പോൾ നമ്മൾ ഈ റെഡിനെ വെച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഈ IM1 ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ആംഗിൾ ലീഡ് ചെയ്യുന്നുണ്ട്, ഇതാ ഇത്രയും ആംഗിൾ ലീഡ് ചെയ്യുന്നുണ്ട്. തീറ്റ പ്ലസ് 5 എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, എ ഫേസാർ ഈസ് സെഡ് ടു ബി ലീഡിങ് ദി അതർ ഫേസാർ ഇഫ് ഇറ്റ് ലൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു അതർ ഫേസർ. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം. ആരെക്കാളും, ഇതിനേക്കാളും. ഇത് നേരെ ഓപ്പോസിറ്റ് പറയാമല്ലോ. എങ്ങനെയാണ്, ഇതെന്തായാലും കറങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഫേസർ എന്താണ്, ലാഗ് ചെയ്യണമെന്ന് പറയാം അല്ലേ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫേസർ ലാഗ് ചെയ്യണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എത്ര യൂണിറ്റ്സ് അല്ലെങ്കിൽ എത്ര ആംഗിൾ, തീറ്റ പ്ലസ് 5. അപ്പം നമുക്ക് എന്താ ലാഗിങ് ഫേസർ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ എ ഫേസർ ഈസ് സെഡ് ടു ബി ലാഗിങ് ദി അതർ ഫേസർ ഇഫ് ഇറ്റ് ലൈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു അതർ ഫേസർ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണുള്ളത്. എത്ര ആംഗിൾ, തീറ്റ പ്ലസ് 5 ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണുള്ളത്. അപ്പോൾ അത്രയും ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ലാഗ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് IM1 ആംഗിൾ 5 ആണ്. ഇതെന്താണ്, IM2 ആംഗിൾ മൈനസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതാണ് IM sin omega t മൈനസ് തീറ്റയാണ് എന്ത് ഈ വേവ് ഫോം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫേസർ ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു 3 വേവ് ഫോം എങ്ങനെയാണ് വരച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് വരച്ച് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഈ പറഞ്ഞ പോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോം ആണെങ്കിൽ IM sin omega t പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്ലസ് 5 ആണെങ്കിൽ IM sin omega t പ്ലസ് 5 ആണെങ്കിൽ 5 ആംഗിൾ ലീഡ് ചെയ്യുന്നുണ്ട് ഇതിനേക്കാളും. അതാണ് മീൻ ചെയ്യണത്. മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, IM sin omega t-നേക്കാളും ഒരു തീറ്റ ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ലാഗ് ചെയ്യുന്നുണ്ട്. അതാണ് മീൻ ചെയ്യണത് ഇത് വെച്ച് നോക്കുമ്പോൾ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫേസറിൽ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്, പ്ലസ് ആംഗിൾ ആണെങ്കിൽ പ്ലസ് 5 ആണെങ്കിൽ എന്താണ്, നമ്മുടെ റെഫറൻസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ പ്ലസ് 5 എടുത്ത് വരയ്ക്കേണ്ടത്. മൈനസ് തീറ്റ ആണെങ്കിലോ അല്ലെങ്കിൽ മൈനസ് ആംഗിൾ ആണെങ്കിലോ ഈ പറഞ്ഞ റെഫറൻസിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരയ്ക്കേണ്ടത്.
പിന്നെ എന്താണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഇത് മൂന്നും അല്ലെങ്കിൽ ഈ രണ്ട് ഫേസറും എന്ത് തന്നെയാണ്, ഈ ഒമേഗ ആംഗിൾ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് അല്ലെങ്കിൽ ആ സ്പീഡിലാണ് എന്ത് ചെയ്യണത്, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും സെയിം ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഇതെന്താണ് അറ്റ് എ ടൈമിൽ സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഏത് സമയത്ത് നോക്കിയാലും എന്താണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നെങ്കിലും ഈ ആംഗിളിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടല്ലോ, അത് ഫിക്സ് ആയിട്ടാണ് ആ രണ്ട് ആംഗിളും ഇരിക്കുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഒരിക്കലും ചേഞ്ച് ആകുന്നില്ല, അത് ഫിക്സ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് സ്റ്റേഷനറി ആണ്, എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താണ് സ്റ്റേഷനറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ, ഒരു പ്ലെയിനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് തന്നെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണെന്ത്, ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലീഡും ലാഗും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് ലീഡ് ചെയ്യാണ് ഇതിനേക്കാളും, ഇത് ലാഗ് ചെയ്യാണ് ഇതിനേക്കാളും, അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കിയേ, അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. IM1 ഫേസർ ലീഡ്സ് IM2 ഫേസർ ബൈ θ+5. അതുപോലെ എന്താണ്, IM2 ഫേസർ ലാഗ്സ് IM1 ഫേസർ ബൈ θ+5. ക്ലിയർ ആണല്ലോ. ശരി, ഇനിയാണ് ഇപ്പോൾ രണ്ട് ഈ പറഞ്ഞ പോലെ ട്രിഗ്നോമെട്രിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമിൽ തരുന്ന ഈ പറഞ്ഞ പോലെ സൈനസോയ്ഡൽ വേവ് ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡും ലാഗും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ വരച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതല്ലെങ്കിൽ ഫേസാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ തരാൻ പോകുന്ന രണ്ട് സെറ്റ് ഓഫ് എന്താണ് റെഫറൻസ് ആണ്. ഒന്ന് സൈൻ റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്, കോസ് റെഫറൻസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേവ് ഫോം തന്നാലും നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വരച്ചിട്ട് അത് ലീഡാണോ ലാഗാണോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്ന ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. ഇതൊരിക്കലും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ വരയ്ക്കുന്ന രണ്ട് സംഭവം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ റെഫറൻസ് സൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. ഇത് ഞാൻ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഇത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സൈൻ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ സൈൻ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. അത് ഈ പോർഷൻ ഇതെന്താണ്, ഇതൊരു ഞാൻ ഫേസർ സൈൻ ഫേസർ, അത് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ ഫേസറായിട്ട് ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഇപ്പോൾ എൻ്റെ റെഫറൻസ്. ക്ലിയർ ആവുന്നല്ലോ. അപ്പോൾ ഇത് ബേസിക്കലി എന്ത് തന്നെയാണ്, ഈ പറഞ്ഞൊരു ഫേസറാണ്. ഞാൻ സൈൻ ഒമേഗ ടി ആയിട്ട് എടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇത് സൈൻ ആണെങ്കിൽ അല്ലേ, ഇത് ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് സൈൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് മൈനസ് സൈൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഇത് സൈനായിട്ട് ഞാൻ എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കോസായിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കോസായിട്ട് എടുക്കുകയാണ്. ഇത് കോസായിട്ട് എടുത്ത് ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും, ഇത് മൈനസ് കോസാണ്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് സൈൻ, ഇത് കോസ്, വേറെ രണ്ടും നിങ്ങൾക്ക് അപ്പം തന്നെ എഴുതാൻ പറ്റും. ഇത് സൈൻ റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ഇത് കോസായിട്ട് മാറും. ഇത് സൈൻ ആണെങ്കിൽ ഇത് മൈനസ് സൈൻ ആവും, ഇത് കോസ് ആണെങ്കിൽ ഇത് മൈനസ് കോസ് ആവും. ഈ ഒരൊറ്റ സാധനം മാത്രം നിങ്ങളുടെ മനസ്സിൽ മതി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. എടുക്കുക, സൈൻ ഒമേഗ ടി പ്ലസ് 180 ഡിഗ്രി അല്ലേ, സൈൻ ഒമേഗ ടി ഇത് ഞാനൊരു ഫേസറായിട്ട് എടുത്തെന്ന് വിചാരിച്ചോ. പ്ലസ് 180 ഡിഗ്രി, പ്ലസ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ പറഞ്ഞ പോലെ പ്ലസ് വാല്യൂ ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 150 ഡിഗ്രി തിരിക്കണം അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 150 ഡിഗ്രി തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും, ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്, അത് മൈനസ് സൈൻ ഒമേഗ ടി. അതാണ് ഇവിടെ മൈനസ് സൈൻ കൊടുത്തേക്കണം ഞാൻ. ക്ലിയർ ആയോ. ഇനി സൈൻ ഒമേഗ ടി മൈനസ് 180, മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫേസിൽ നിന്ന് സൈൻ ഒമേഗ ടിയിൽ നിന്ന് എത്രയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, എനിക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് വരാം അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ 180 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരും, ഇവിടെ തന്നെ വരും. അത് തന്നെയാണ് മൈനസ് സൈൻ ഒമേഗ ടി. അപ്പം ഈ ഒരു റിലേഷൻ നീ കാണാൻ പഠിക്കരുത്, ഇത് മാത്രം അറിഞ്ഞു വെച്ചേക്കുക. ഇവിടെ സൈൻ റെഫറൻസ് ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കോസ് ആയിരിക്കും. ഇതറിയാമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, മൈനസ് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യില്ല, ഇതിനൊരു കൺഫ്യൂഷൻ വരില്ല, എങ്ങോട്ടും തിരിഞ്ഞൂല. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ഒമേഗ ടി ഒക്കെ വരച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് വരും. പക്ഷേ അതിനേക്കാൾ നല്ലത് എന്താണ്, ഇത് രണ്ടും ഓർത്തിരുന്നാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഏതായാലും. ഓക്കെ, ഇനി അടുത്ത സൈൻ എടുത്ത് നോക്കിയേ, സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി. ഫസ്റ്റ് സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി. സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ വരും അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്, കോസ് ഒമേഗ ടി ആണ് കിട്ടുന്നത്. പ്ലസ് കോസ് ഒമേഗ ടി. ക്ലിയർ ആയോ. ഇനി സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫേസറിനെ റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. ഇങ്ങോട്ട് താഴത്തേക്ക് വരും, ഇവിടെയാണ് വരുന്നത്. അത് എത്രയാണ്, മൈനസ് കോസ് ആണ് വരുന്നത്. മൈനസ് കോസ് ഒമേഗ ടി. ആ റിലേഷൻ കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ സൈനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ റെഫറൻസ് ആയിട്ടാണ് നമ്മൾ വരച്ചത്. ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ കോസ് ആയിട്ട് എടുക്കുകയാണ് അല്ലേ.
റെഫറൻസ് കോസായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞാനിവിടെ കോസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതെന്താണ്, ഇത് മൈനസ് കോസാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ കോസ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ എവിടെയാണ് സൈൻ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരുന്നത് മൈനസ് സൈൻ ആണെന്ന് ഓർത്തോളാം. ഇവിടെ മൈനസ് സൈനും ഇവിടെ എത്രയായിരിക്കും, അപ്പം ഇവിടെ മൈനസ് സൈൻ ആണെങ്കിൽ ഇത് സൈനാണ്. ഡിഫറൻസ് ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതാ സൈൻ നിങ്ങൾ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, കോസ് വരും. കോസ് ഇവിടെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ മൈനസ് സൈൻ വരും. ഇത് മാത്രം അറിയാമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഓക്കെ, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം അടുത്ത സ്ലൈഡിൽ. ക്ലിയർ ആയല്ലോ? നിങ്ങളൊന്ന് ആലോചിക്കേ, ഇതാ കോസ് എടുക്കുക. ഇതാ കോസ് ഒമേഗ ടി പ്ലസ് 180, കോസ് ഒമേഗ ടി പ്ലസ് 180 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ 180 ഡിഗ്രി തിരിക്കണം. ഇതാ മൈനസ് കോസ് ഒമേഗ ടി. ക്ലിയർ ആയോ? കോസ് ഒമേഗ ടി മൈനസ് 180 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 180 ഡിഗ്രി തിരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കോസ് ഒമേഗ ടി കിട്ടും. നോക്കിക്കേ, കോസ് ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി, ഇത് കോസ് ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി തിരിക്കുക, മൈനസ് സൈനാണ് കിട്ടുന്നത്. അതാണ് മൈനസ് സൈൻ ഒമേഗ ടി. ക്ലിയർ ആയോ? കോസ് ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, സൈൻ ഒമേഗ ടി കിട്ടും. അതാണ് സൈൻ ഒമേഗ ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ആലോചിച്ചാൽ മതി, സൈൻ റെഫറൻസ് ആയിട്ട് വരുമ്പോൾ ഇവിടെ സൈൻ വരും. ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക, സൈൻ ഇവിടെ എടുക്കുക, കോസ് ഇവിടെ എടുക്കുക, തീർന്ന്. കോസ് റെഫറൻസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ കോസ് എടുക്കണം, ഇവിടെ സൈൻ മൈനസ് സൈൻ എടുക്കണം, തീർന്നു. ഇത്ര മാത്രം മതി. ഇനി പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ വോൾട്ടേജും കറണ്ടും ഉണ്ട്. ഇതിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇത് തമ്മിലുള്ള ലീഡ് ഏതാണ്, ലാഗ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതായത് അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കാം. ഇത് വോൾട്ടേജും കറണ്ടും വേവ് ഫോം ആൻഡ് വാട്ട് ഈസ് ദ പവർ ഫാക്ടർ കോസ് ഫൈ എത്രയാണെന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഒന്നുകിൽ ട്രിഗ്നോമെട്രിക് വെച്ച് തന്നെ ചെയ്യുക, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഫേസറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് സൈനാണ്. ഓക്കെ, എൻ്റെ റെഫറൻസ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, സൈനായിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് സൈൻ ആയിരിക്കും. സൈൻ ഒമേഗ ടി ആണ് ഞാൻ ജസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ മൈനസ് സൈൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു സൈൻ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇത് കോസ് ഒമേഗ ടി ആണ് അല്ലേ. ഇവിടെ എന്തായിരിക്കും, അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ആണ്. കഴിഞ്ഞു. എടുക്കുക ഫസ്റ്റ് 3 സൈൻ ഒമേഗ ടി പ്ലസ് 45, ഒരു 45 ഡിഗ്രി എന്ത് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കുക. അതാണ് സൈൻ ഒമേഗ ടി പ്ലസ് 45. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വാല്യൂയിൽ എഴുതാം, ആംഗിൾ 45 എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിളാണല്ലോ 45 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ RMS വാല്യൂയിൽ എഴുതാം. രണ്ടും ശരി തന്നെയാണ്. ഇനി അടുത്തെന്താ വരയ്ക്കേണ്ടത്, കോസ് ഒമേഗ ടി മൈനസ് 30 ആണ്. ഒന്നുകിൽ നമുക്ക് ഈ കോസിനെ പിടിച്ച് സൈൻ ആക്കാം. ഓക്കെ, അത് നമുക്ക് റിലേഷൻ അറിയാം. സൈൻ ആക്കിയതിന് ശേഷം ഈ സൈൻ ഒമേഗ ടി വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫേസർ വരയ്ക്കാം. എന്തിനാവശ്യം, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇത് സൈൻ ആണെങ്കിൽ എനിക്കറിയാം ഇത് കോസ് ആണ്. കോസ് ഒമേഗ ടി മൈനസ് 30 ഡിഗ്രി, കോസ് ഒമേഗ ടി എനിക്കറിയാം മൈനസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഫേസറിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, മൈനസ് 30 ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം എനിക്ക് എന്ത് ചെയ്യേണ്ടത്, 30 ഡിഗ്രി എടുക്കേണ്ടത്. അത് മൈനസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു 30 ഡിഗ്രി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വരച്ചു. അതാണ് ജസ്റ്റ് ഈ വേവ് ഫോം. ദാ കോസ് ഒമേഗ ടിയിൽ നിന്ന് ഒരു 30 ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ അടുത്ത ഫേസർ വരച്ചത്. അപ്പോൾ ഇതെന്താ മീൻ ചെയ്യണത്, ഇത് 4 ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി അല്ലേ. ഇവിടെ നിന്ന് ഇതിന്നാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ചെയ്ത് വരച്ചേക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തത്, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, 90 മൈനസ് 30 പ്ലസ് 45 അല്ലേ, 15 ഡിഗ്രി വരും അല്ലേ. 45 45 50. അപ്പോൾ ഇതാണ് എന്ത്, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ. വേണമെങ്കിൽ പവർ ഫാക്ടർ എത്രയാണെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ആരാണ് ലീഡ് ചെയ്യണത്, നമ്മുടെ ഈ ഫേസറാണ് ലീഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇത് രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒമേഗ വെലോസിറ്റിയിലാണ് അല്ലെങ്കിൽ ഒമേഗ സ്പീഡിലാണ് എന്ത് ചെയ്യണത്, ഇത് റൊട്ടേറ്റ് ചെയ്യണത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേഷനറി, ആംഗിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ ഇത് ലീഡ് ചെയ്യുന്ന ആരാണ്, ലീഡ് ചെയ്യുന്നത് ഈ വേവ് ഫോമാണ് അല്ലേ. ഇനി ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ആംഗിളാണ് ലീഡ് ചെയ്യുന്നത്, 15 ഡിഗ്രിയാണ് ലീഡ് ചെയ്യുന്നത്. ഇനി സൈൻ ഒമേഗ ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് എത്ര ആംഗിളാണ് ലീഡ് ചെയ്യണത്, 45 ഡിഗ്രിയാണ് ലീഡ് ചെയ്യണത്. സൈൻ ഒമേഗ ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് എത്ര ആംഗിളാണ് ലീഡ് ചെയ്യണത്, 45 പ്ലസ് 15, അതായത് 60 ഡിഗ്രിയാണ് സൈൻ ഒമേഗ ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ലീഡ് ചെയ്യണത്. നമ്മൾ ഒമേഗ ടി റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 3 ആംഗിൾ 45 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 ആംഗിൾ 60 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, 3 ആംഗിൾ 60 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്രയാണ്, 60 ഡിഗ്രി വെച്ചിട്ടാണ് ഞാനത് വരച്ചേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ കോസിനെ പിടിച്ച സൈനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എങ്ങനെയൊക്കെ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 4 സംഭവങ്ങൾ, ഈ 4 പ്ലെയിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്ലെയിൻ്റെ കറക്റ്റ് ആക്സിസ് അറിയാമെങ്കിൽ
എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇതിന് +30 ആണെങ്കിലോ 4 cos ω t +30 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, ഞാൻ cos ω t എന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 30 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നു. ഇതായിരിക്കും എന്ത് cos ω t +30 ആ ഒരു ഫേസാണ് വരുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ആംഗിളും ക്ലിയർ ആകുന്നുണ്ടല്ലോ. ശരി, ഇവിടെ നമ്മൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ 4 ആംഗിൾ 60 ഡിഗ്രി എന്ന് എഴുതാം. ഈ കോസിന് വിത്ത് റെസ്പെക്ട് ചെയ്ത് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 4 ആംഗിൾ -30 ഡിഗ്രി എന്ന് വേണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെ ഇതിലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഈ ഫിഗറിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ്. ഓക്കെ, ഇത് എവിടെ നിന്നാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനി വേണമെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ശരി, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദി എ സി വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ. വോൾട്ടേജിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫേസ് റിലേഷൻ ബിറ്റ്വീൻ ദം? ഓക്കെ, അത് തമ്മിലുള്ള ഫേസ് റിലേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. ഒന്നും നമുക്ക് ഈ പറഞ്ഞ ട്രിഗ്നോമെട്രി ഓക്കെ ആ ഒരു ഫോമിൽ തന്നെ വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫേസർ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നോർമലി നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ നമ്മൾ ഫേസർ റെപ്രസെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് സൈൻ എന്ത് ചെയ്തു, ഞാൻ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, സൈൻ വേവ് ഫോം റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. സൈൻ ω t അല്ലേ, ω t ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് എന്ത് എൻ്റെ കറണ്ട് വെക്ടർ. ഓക്കെ, കറണ്ട് ഫേസർ. നെക്സ്റ്റ് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -60 ഡിഗ്രിയാണ് അല്ലെ. -60 ഡിഗ്രി എന്ന് പറയുമ്പോൾ സൈനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, അല്ലെ ഇതും സൈൻ തന്നെയാണ്. സൈനിൽ നിന്ന് ഞാനൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 60 ഡിഗ്രി ഞാൻ എന്ത് ചെയ്തു, ഞാൻ വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് 60 ഡിഗ്രി അല്ലേ. ഇതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ഇങ്ങനെ ഒരു പ്ലെയിനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ആരാണ് ലീഡ് ചെയ്യുന്നത്, കറണ്ട് വേവ് ഫോം ആണ് ലീഡ് ചെയ്യുന്നത്. വോൾട്ടേജ് ലാഗ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ്, എത്ര ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട്, 60 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 60 ഡിഗ്രി ഇതൊരു ആൻസർ ആയിട്ട് വരാം. പക്ഷെ ഒരിക്കലും ഇതെന്തല്ല, ഇതൊരു ആൻസർ അല്ല. എന്താണ് കാരണം അല്ലേ, എന്താണ് കാരണം? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫേസർ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എത്രയാണ്, ആംഗുലർ വെലോസിറ്റി എത്രയാണ്, ω എത്രയാണ്, ഈ പറഞ്ഞ പോലെ ഇത് കറണ്ട് വേവ് ഫോം ആണ് അല്ലേ. കറണ്ട് വേവ് ഫോം ആണ്. എൻ്റെ ω 314 നമ്മൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും I(t) = Im അല്ലേ, അത് 50 ആണ്. സൈൻ ω t ആണ്, ഇത് ω 314 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആംഗുലർ സ്പീഡ് എത്രയാണ്, 314, അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എത്രയാണ്, 314 ആണ്. പക്ഷേ വോൾട്ടേജ് വെക്ടറിൻ്റെ അല്ലെങ്കിൽ ഫേസറിൻ്റെ സ്പീഡ് നോക്കിയേ 728 ആണ്, ഇതിനേക്കാളും ഇരട്ടിയാണ്. അപ്പോൾ ഇത് ω ആണെങ്കിൽ ഇത് എന്താണ്, ഇത് 2ω ആണ്. അത് 728 ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യണ സ്പീഡ്. അപ്പോൾ ഇത് രണ്ടും 2 സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് രണ്ട് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമോ, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമോ? ഒരിക്കലും ഇല്ല. ഇത് നമ്മൾ ഒരിക്കലും ഒരു കമ്പാരിസണേ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, നമ്മൾ എവിടെയൊക്കെ നിങ്ങൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നുവോ അവിടെ എല്ലാം എന്താണ് പ്രത്യേകം കമ്പയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം, അതിൻ്റെ എല്ലാം ഫ്രീക്വൻസി ω സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ജനറലി ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോഴൊന്നും നമ്മൾ അതിൻ്റെ ω ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്, കാരണം എല്ലാത്തിനും സെയിം ω ആണ് നമുക്കറിയാം. ഓക്കെ, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ω ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പാരിസണേ പോസിബിൾ അല്ല. കാരണം എന്താണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. റൊട്ടേറ്റ് ചെയ്യുന്നത് രണ്ട് സ്പീഡിലാണെങ്കിൽ സം ടൈം കഴിയുമ്പോൾ എന്താണ്, ഈ വോൾട്ടേജ് ഫേസർ കറണ്ട് ഫേസറിനേക്കാളും ഓവർടേക്ക് ചെയ്തു പോകും. കാരണം ഇതൊരിക്കലും ഈ ഒരു ആംഗിൾ ഫിക്സ്ഡ് ആയിട്ടിരിക്കില്ല. നമ്മുടെ ഈ ക്ലോക്കിലെ എന്താണ് ആ ഒരു സൂചികൾ തിരിയുന്ന പോലെയാണ്. ഓക്കെ, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതെന്താണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ അത് തമ്മിൽ യാതൊരുവിധ ഫേസ് റിലേഷൻ നമുക്ക് പറയാനായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ω എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോയിന്റ് എന്താണ് അല്ലേ, whenever we draw multiple phasor on same plane, they must have same angular frequency, then only we can compare with respect to each other whether the phasors are lagging or leading. കാരണം അത് സ്റ്റേഷനറി ആയിരുന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇതിന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഈ പറഞ്ഞ ഒരു ഫേസർ റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട്. അതുപോലെ ഇതിനും എന്താണ് ഇൻഡിവിജ്വലായിട്ട് എന്തുണ്ട്, ഒരു ഫേസർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ അത് തമ്മിൽ സെയിം പ്ലെയിനിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. ടു സൈൻസോഡ് ഓഫ് സെയിം ഫ്രീക്വൻസി ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആർ ആഡഡ്. രണ്ട് ഫേസ് അല്ലെങ്കിൽ രണ്ട് സൈൻസോഡ് ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യാണ്.
സെയിം ഫ്രീക്വൻസി ഉള്ളതും പിന്നെ ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫേസ് ആയിട്ടുള്ള രണ്ട് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഓക്കെ സൈനസോയ്ഡ് ഓഫ് സെയിം ഫ്രീക്വൻസി ആണോ, സൈനസോയ്ഡ് ഓഫ് ഡബിൾ ദി ഒറിജിനൽ ഫ്രീക്വൻസി ആണോ, സൈനസോയ്ഡ് ഓഫ് ഹാഫ് ദി ഒറിജിനൽ ഫ്രീക്വൻസി ആണോ, നോൺ സൈനസോയ്ഡൽ ആയിട്ടുള്ള വേവ് ഫോം ആണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെയാണ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ പറഞ്ഞു എന്താണ് ഫേസർ എന്ന് പറഞ്ഞാൽ വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ വെക്ടറിൻ്റെ ഓൾജിബ്രയിൽ നമ്മൾ +2 പഠിക്കുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഓക്കെ ഇതൊരു വെക്ടറാണെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞൊരു വെക്ടർ അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ വെക്ടർ സം ആംഗിളാണ് ഉണ്ടാവുന്നത് വിചാരിച്ചു, തീറ്റ ആംഗിളാണ് ഇതിന് തമ്മിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ ജസ്റ്റ് പാരലായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു, ഇതിനെ ജസ്റ്റ് പാരലായിട്ട് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എന്ത്, ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ. അത് നമ്മൾ ജസ്റ്റ് ആറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ആറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ റിസൾട്ടൻ്റ് വെക്ടർ ഇതുമായിട്ട് എയുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ജസ്റ്റ് ഞാൻ ബീറ്റ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറിനും ബീറ്റയ്ക്കും നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചേക്കാണ്. √(a² + b² + 2ab cos θ ആണത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിളും കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ tan β b sin θ / a + b cos θ. ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ആംഗിൾ ഓർത്തിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണെന്ത്, രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള അഡീഷൻ. ഈ സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ പോലെ ഫേസറിനും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫേസറിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ സെയിം കോൺസെപ്റ്റ് തന്നെ സെയിം ക്യാൻ ബി ആപ്ലിക്കബിൾ ഫോർ ഫേസർ അഡീഷൻ. എന്താണ് പ്രത്യേകത, സപ്പോസ് സെയിം ഫ്രീക്വൻസിയുള്ള രണ്ട് ഫേസറാണ് എയും ബി എന്ന് വിചാരിക്കുക. സെയിം ഫ്രീക്വൻസിയുള്ള രണ്ട് ഫേസറാണ് എയും ബി എന്ന് വിചാരിക്കുക. ഇത് എ ഫേസർ ഓക്കെ സം ആംഗിൾ, ഇത് എ, ഞാൻ റെഫറൻസ് എ ആയിട്ട് എടുക്കണമെങ്കിൽ എ ആംഗിൾ തീറ്റ, എ ആംഗിൾ 0. ഇതെന്താണ് ബി ആംഗിൾ തീറ്റ, ഇതാണ് നമ്മുടെ തീറ്റ. ക്ലിയർ ആയോ? അപ്പോൾ സെയിം ഫ്രീക്വൻസി ആയിട്ടുള്ള രണ്ട് ഫേസർ എനിക്ക് ഒരു സെയിം പ്ലെയിനിൽ എനിക്ക് വരയ്ക്കാമല്ലോ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടാണ്, ഇപ്പോൾ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്, 2 സൈനസോയ്ഡ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി. അപ്പം ഇതിൻ്റെ അഡീഷൻ, ഈ ഫേസറിൻ്റെയും അതുപോലെ ഈ ഫേസറിൻ്റെയും അഡീഷൻ അല്ലേ, അഡീഷൻ ചെയ്ത് കിട്ടുന്നത് എന്താണ്, അഡീഷൻ ചെയ്ത് കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും, ഈ സെയിം പ്ലെയിനിൽ തന്നെ ഒരു ഫേസർ തന്നെയായിരിക്കും. ഈ സെയിം പ്ലെയിനുള്ള ഒരു ഫേസർ തന്നെ, കാരണം വെക്ടർ അഡീഷൻ ഇതിന് പോസിബിൾ ആണ്. ഇത് നമുക്ക് വെക്ടറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം, അതാണ് ഫേസർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി. അല്ലാണ്ട് ഫേസറും വെക്ടർ ഒന്നൊന്നുമല്ല പറയുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വെക്ടറായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓൾജിബ്ര അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ സെയിം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ ജസ്റ്റ് ഫേസറിൻ്റെ ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഫേസറിന് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഫേസറാണിത്, ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസർ. ഓക്കെ, അത് സം ആംഗിൾ ബീറ്റയിലാണ് ഇത് ഉണ്ടാവുമെന്ന് വിചാരിക്കും, വിചാരിക്കണം. ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് ചെയ്താൽ മതി, അതുപോലെ എൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴും നമുക്ക് എന്താണ്, ഇതും ഒമേഗയിലാണ് റൊട്ടേറ്റ് ചെയ്യണത്, ഇതും ഒമേഗയിലാണ് റൊട്ടേറ്റ് ചെയ്യണത്, ഇതും എന്ത് തന്നെയാണ് ഒമേഗയിലാണ് റൊട്ടേറ്റ് ചെയ്യണം. അതിൻ്റെ ചിലപ്പം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫേസ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എന്താണ്, സൈനസോയ്ഡ് തന്നെയാണ്, പക്ഷേ ഒമേഗ ഫ്രീക്വൻസിയിലാണ് റൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, രണ്ട് സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി സെയിം ഫ്രീക്വൻസി ഉള്ള സംഭവം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് ഡിഫറൻസോ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമാണെങ്കിലും പ്രശ്നമില്ല. റിസൾട്ടൻ്റ് എന്ത് തന്നെയാണ്, റിസൾട്ടൻ്റ് ഒരു സൈനസോയ്ഡൽ ക്വാണ്ടിറ്റി തന്നെയാണ് വിത്ത് സെയിം ഫ്രീക്വൻസി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സൈനസോയ്ഡ് ഓഫ് എന്താണ് സെയിം ഫ്രീക്വൻസി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിയിൽ ഓക്കെ ആ ഒരു ട്രിഗ്നോമെട്രിക് ഫോമിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമിൽ വരച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഫേസർ ഫോം ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് അല്ലേ, ഇതിൻ്റെ ഫേസർ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഇത് കേരള PSന് ഓവർസിയറിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞേക്കാൾ മുമ്പ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം. കാരണം ഇതൊരു 100% ശരിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ടാണ് ഞാനത് എക്സാക്റ്റ് എന്താണ് റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു AC-യിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പിഡൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ AC സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്, R+jX. ഒരു റിയൽ ടേമും ഉണ്ടാവും, അതിനൊരു ഇമാജിനറി ടേമും ഉണ്ടാവും. റിയൽ ടേം ഓഫ് Z എന്താണെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് നമുക്കറിയാം. ഇമാജിനറി ടേമിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത് അല്ലേ. റിയാക്ടൻസ് ഡിഫൈൻ ചെയ്തേക്കുന്ന ആർക്കാണ്, റിയാക്റ്റീവ് എലമെൻസിന് മാത്രമേ റിയാക്ടൻസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അല്ലേ. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ്, അതൊരു
റെസിസ്റ്റൻസ് തന്നെയാണ് ആർക്ക് ഡിഫൈൻ ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ്, ഈ പറഞ്ഞ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും കൊടുത്തേക്കുന്ന ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് എന്ത് ഈ റിയാക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനലോഗസ് ടു എന്താണ് റെസിസ്റ്റൻസ് തന്നെയാണ് ആർക്ക് ഫോർ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ അല്ലേ. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനലോഗസ് ടു റെസിസ്റ്റൻസ് ബട്ട് ഫോർ ആർക്കാണ് റിയാക്റ്റീവ് എലമെൻസിനാണ്, അതായത് ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും അവരാണ് റിയാക്റ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. ഇത് ബേസിക്കലി എന്ത് തന്നെയാണ്? ഇസഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇസഡ് നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണെങ്കിൽ അത് 6 ഓം ആണ് അല്ലേ. അതൊരു ഇൻഡക്ടർ ആണെങ്കിൽ എന്താണ്? ഇസഡ് ഈസ് ജെ ഒമേഗ എൽ ആണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, എൽ ഇൻഡക്റ്റൻസ് ആണ് ഇൻഡക്ടറിൻ്റെ. കപ്പാസിറ്റർ ആണെങ്കിൽ ഇസഡ് ഈസിക്കൽ 1/j ഒമേഗ സി ആണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ്, സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്, കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. ഇതെല്ലാം ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പം ഈ റിയാക്ടൻസ് എന്നാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതാണ് XL ഈസിക്കൽ ഒമേഗ എല്ലും XC ഈസിക്കൽ ഒമേഗ സി. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ഇത് റിയൽ ആണ് അല്ലേ, ഇത് പ്യൂർലി ഇമാജിനറി ആണ്, ഇതും പ്യൂർലി ഇമാജിനറി ആണ്. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഇതിൻ്റെ റിയൽ ഓക്കെ ഇത് കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ്, അതിന് റിയൽ ആക്സിസ് ഉണ്ടാവും, അതിനൊരു ഇമാജിനറി ആക്സിസ് ഉണ്ടാവും അല്ലേ. ഇവിടെ വരുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം എന്തിനാണ്? പ്യുവർ റെസിസ്റ്റൻസ് ആണ്. റിയൽ പാർട്ടുള്ളതെല്ലാം എന്താണ്? റിയൽ വാല്യൂസ് ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആണ് അല്ലേ. പോസിറ്റീവ് ഇമാജിനറി വാല്യൂസ് ആണെങ്കിൽ എന്താണ്? അത് ഇൻഡക്ടർ ആണ്. അതാണ് ജെ ഒമേഗ എൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പോസിറ്റീവ് ഇമാജിനറി വാല്യൂസ് വരുന്ന എല്ലാം ഇൻഡക്ടർ ആണ്. നെഗറ്റീവ് വാല്യൂസ് വരുന്ന എല്ലാം എന്താണ്? കപ്പാസിറ്റർ. അതാണ് -j ഒമേഗ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അഥവാ 1/j ഒമേഗ സി. 1/j എന്ന് പറഞ്ഞാൽ -j ആണ്. ഇത് റിയൽ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ഇമാജിനറി. ഓക്കെ, ഇത് പോസിറ്റീവ് ഇമാജിനറി, ഇത് നെഗറ്റീവ് ഇമാജിനറി. ഇതാണ് എന്ത്? ഇംപിഡൻസ് ഓഫ് R, L ആൻഡ് C ഇൻ കോംപ്ലക്സ് പ്ലെയിൻ. ജസ്റ്റ് ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റീനെ ഇത് റെക്ടാങ്കിൾ ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെന്തുണ്ട്? ഒരു പോളാർ ഫോം ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡും ആംഗിൾ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ഇൻഡക്ടർ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ XL എന്ന് പറഞ്ഞാൽ എന്താണ്? XL ഈസിക്കൽ ടു ജെ ഒമേഗ എൽ അല്ലെങ്കിൽ നമുക്ക് ഒമേഗ എൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒമേഗ എൽ ആണ്. പക്ഷേ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? ഈ ഒരു ആക്സിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി ആണ് എന്ത് ഇതിൻ്റെ ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അതായത് ഒമേഗ എൽ ആംഗിൾ 90 ഡിഗ്രി, അഥവാ XL ആംഗിൾ 90 ഡിഗ്രി. XL ആണെന്ത്? ഒമേഗ എൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. XL ആംഗിൾ 90 ഡിഗ്രി ആണെന്ത്? ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്ക് പോളാർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്താണ് പോളാർ ഫോം? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണെങ്കിലോ ഇതാണ് ഇമാജിനറി, നെഗറ്റീവ് ഇമാജിനറി ആക്സിസിലാണ് ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഇത് +90 ആണെങ്കിൽ ഇതെന്താണ്? ഇത് -90 ഡിഗ്രിയാണ് അല്ലേ. XC എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ωc ആണ്. ഇതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ എന്ത്? പോളാർ ഫോം. എന്താണ്? പോളാർ ഫോം. ശ്രദ്ധിച്ചോളാം, പോളാർ ഫോം. കാരണം കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യൻ ഇട്ടത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൻസർ ഓപ്ഷൻ ഡി, XC ആംഗിൾ -90 ഡിഗ്രി. എന്ത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയതുകൊണ്ട്. ഇത് എക്സാക്ട്ലി കറക്റ്റാണോ? അല്ല. കാരണം ചോദിച്ചിരിക്കുന്ന ഫേസർ ഫോമാണ്. ഫേസർ ഫോം ആർക്ക് മാത്രമേ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ? സൈനുസോഡൽ ക്വാണ്ടിറ്റീസിന് മാത്രമേ ഫേസർ ഫോം ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇറ്റ് ഈസ് എ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനുസോഡൽ ക്വാണ്ടിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ വെറും ഒരു ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്, അതല്ലാതെ ഒരു സൈനുസോഡൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ല. അത് ഈ പറഞ്ഞ പോലെ ഒമേഗ ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവമാണോ? അല്ല. ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്താ മീൻ ചെയ്യേണ്ടത്? നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ XC ആയിട്ട് നമ്മൾ എടുക്കുന്നു അല്ലേ. സൈനാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. സൈൻ ഒമേഗ ടി -90 ഡിഗ്രി ഇങ്ങനെ എഴുതേണ്ടി വരുമായിരുന്നു അല്ലേ. ഇതാണോ ശരിക്കും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്? ഫേസർ ഫോം എന്നാണ് ചോദിച്ചത്. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും പോളാർ ഫോം. ഓക്കെ, അതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ഫേസർ ഫോം ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ഡി തന്നെ മാർക്ക് ചെയ്ത് കൊള്ളണം. കാരണം അതായിരിക്കും ഓപ്ഷനായിട്ട് കൊടുക്കുക. അത് 100% എന്തല്ല, അത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനിയിപ്പം ഈ പറഞ്ഞ കപ്പാസിറ്റീവുമായിട്ട് ഇൻഡക്റ്റീവ് ആണെങ്കിലോ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണെങ്കിലോ ഓപ്ഷൻ എ ആണ്. XL ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. XL ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അത് എക്സാക്ട്ലി ആ ടേം കറക്റ്റ് അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം വോൾട്ടേജും കറണ്ട് വേവ് ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സൈനുസോഡൽ ക്വാണ്ടിറ്റി മീൻസ് റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. അതല്ലാതെ ഇംപിഡൻസിന് എന്തില്ല? ഫേസർ റെപ്രസെൻറ്റേഷൻ ഇല്ല. അതിന് നമുക്ക് ഇംപിഡൻസ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഇംപിഡൻസ് ട്രയാങ്കിൾ ഉണ്ട്. അഡ്മിറ്റൻസ് ഈ പറഞ്ഞ പോലെ എന്താണ്? അഡ്മിറ്റൻസിൻ്റെ ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ പവറിന് ഫേസർ റെപ്രസെൻറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഇല്ല അല്ലേ. പവർ ട്രയാങ്കിൾ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ്, അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി, P+JQ എന്നൊക്കെ പറയുന്നല്ലേ. അതെല്ലാം ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. അത് നമുക്ക് എന്ത് ചെയ്യില്ല? ഇപ്പോൾ ഫേസർ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
അത് സിംപ്ലി വോൾട്ടേജിനും കറണ്ടിനുമാണ് നമ്മൾ ഫേസർ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയാം. അതാണ് വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് ട്രയാങ്കിളൊക്കെ അല്ലെങ്കിൽ ലീഡാണോ ലാഗ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ഫേസർ ഫോം നമുക്ക് ഒരിക്കലും 100% പറയുന്നത് തെറ്റ് തന്നെയാണ്. ഇനി അടുത്ത വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്, നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇ തന്നിട്ടുണ്ട്, ഇ എം സൈൻ ഒമേഗ ടി. ദി ഇക്വേഷൻ ഫോർ ഇ ബി ലീഡിങ് ബൈ ആൻ ആംഗിൾ ഫൈ ടു ഇ എ. ഇ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫൈ ആംഗിൾ ലീഡ് ചെയ്യുന്ന വേവ് ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇ എ വെച്ച് നോക്കുമ്പോൾ എന്താണ്, പ്ലസ് ഫൈ ആംഗിൾ ലീഡാണ്. അപ്പം ലീഡ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലസ് ആയിരിക്കും വരുന്നത്. പ്ലസ് എത്രയാണ്, ഫൈ. ഇതാണെന്ത്, ഇ ബിയുടെ ഇക്വേഷൻ. അതാണ് ചോദിച്ചേക്കണത് അല്ലേ. ഓപ്ഷൻ എ ആണെന്ത് ഇതിന് കറക്റ്റ് ആൻസർ. ലാഗ് ആയിരുന്നെങ്കിലോ, ലാഗ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മൈനസ് ഇടും. ലാഗ് നെഗറ്റീവ്, മൈനസ് ഇടും. അതാണ് ലാഗിൻ്റെ ആൻസർ. ലീഡാണെങ്കിൽ പ്ലസ് ഇടും. ആൻസർ എ ആണെന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി വോൾട്ടേജ് വേവ് ഫോം തന്നിട്ടുണ്ട്. ഈസ് അപ്ലൈഡ് അക്രോസ് എൻ എ സി സർക്യൂട്ട് if the current leads the voltage by 10 degree and the maximum value of current is Im, then the equation of the current. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ട്രിഗണോമെട്രി വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ഫേസർ റെപ്രസെൻറ്റേഷൻ ചെയ്യാം. നമുക്ക് രണ്ട് ഇതിനകത്തും ചെയ്യാം. ട്രിഗണോമെട്രിക് ഫോമിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, വോൾട്ടേജ് തന്നിട്ടുണ്ട് വി എം സൈൻ ഒമേഗ ടി -50 അല്ലേ. ഇവിടെ നോക്കിയാൽ എല്ലാം സൈൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പം വോൾട്ടേജിൻ്റെ ടേംസിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ടേംസിലാണ് നമുക്ക് പറഞ്ഞാൽ മതി. then the equation of the current ആണ് ചോദിച്ചിരിക്കുന്നത്. if the current leads the voltage by 10 degree, ഇതാണ് വോൾട്ടേജ് വേവ് ഫോം. അപ്പം ലീഡ്സ് ദി വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഒമേഗ ടി -15 ഇതാണ് വോൾട്ടേജ് വേവ് ഫോം. നോക്കി, if the current leads the voltage by 10 അല്ലേ. ഇതിപ്പോൾ വോൾട്ടേജ് വേവ് ഫോം ആയി, by 10 ലീഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ +10 എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, കറണ്ടിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്ന മാക്സിമം വാല്യൂ എത്രയാണ്, ഐ എം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സൈൻ ഒമേഗ ടി -15 + 10 എഴുതിയാൽ മതി. ഐ എം മാക്സിമം വാല്യൂ സൈൻ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഒമേഗ ടി -5 ആണ് കിട്ടുന്നത്. ഇതാണ് എന്ത്, കറണ്ടിൻ്റെ വേവ് ഫോം. വോൾട്ടേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് വേവ് ഫോം ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ആംഗിൾ ലീഡ് ചെയ്യുന്നത്, 10 ആംഗിൾ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടെ എന്ത് ചെയ്യുക, ഒരു 10 ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ചോദിച്ചേക്കുന്നത്. വി എം മാറിയിട്ട് എന്താവണം, ഐ എം ആവണം. പറഞ്ഞേക്കുന്നത് കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ഐ എം എന്നാണ്. ഐ എം സൈൻ ഒമേഗ ടി -5 അല്ലേ. ഓപ്ഷൻ ഡി ആണെന്ത് ഇതിൻ്റെ കറക്റ്റ് വരുന്ന ആൻസർ. ഇനി നമ്മൾ ഫേസറിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നോക്കിയേ. ഇഫ് ദി കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 10 degree, അപ്പോൾ വി എം സൈൻ ഒമേഗ ടി -15. ഞാൻ ജസ്റ്റ് റെഫറൻസ് എന്ത് ചെയ്തു, സൈൻ ഒമേഗ ടി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് റെഫറൻസിൻ്റെ സൈൻ ഒമേഗ ടി. വി എം സൈൻ ഒമേഗ ടി -15 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വരയ്ക്കാം, ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 15 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. ഇതാണ് വോൾട്ടേജ് വേവ് ഫോം. ഓക്കെ, 15 ഡിഗ്രി സൈൻ ഒമേഗ ടിയിൽ നിന്ന് ഞാൻ -15 ഡിഗ്രി എന്ത് ചെയ്തു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴത്തേക്ക് വരച്ചു. ഇത്രേ ഉള്ളൂ. ഇനി തന്നെ കറണ്ടിൻ്റെ വേവ് ഫോം വേണം അല്ലേ. കറണ്ട് വേവ് ഫോം എല്ലാം സൈനിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ വായിച്ചു നോക്കിയേ, ഇഫ് ദി കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 10 degree. ഇഫ് ദി കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 10 degree എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും എന്തുണ്ടാവുക, ഈ പറഞ്ഞ പോലെ കറണ്ട് വേവ് ഫോം ഉണ്ടാവുക അല്ലേ. കറണ്ട് വേവ് ഫോം ഉണ്ടാവുക. കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് വോൾട്ടേജ് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് എത്രയാണ്, ഒരു 10 degree എന്താണ് ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ കറണ്ട് വരയ്ക്കേണ്ടത് അല്ലേ. ഇതാണ് നമ്മുടെ എന്ത്, കറണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ മാക്സിമം വാല്യൂ ജസ്റ്റ് ഐ എം ആയിട്ട് എടുക്കുക. പറഞ്ഞേക്കുന്നത് ഐ എം ആണ് അല്ലേ. ഐ എം ആയിട്ട് എടുക്കുക, മാക്സിമം വാല്യൂ ഐ എം ആയിട്ട് എടുക്കുക. ഇത് നമുക്ക് എങ്ങനെ സൈനസോയിഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഐ എം ആയിട്ട് എടുക്കുക. ഐ എം എന്താണ്, സൈൻ ഒമേഗ ടി. നോക്കിയേ, ഈ ആംഗിൾ കിട്ടിയാൽ മതി അല്ലേ. ഇത് 15 ഇത് 10 ആണെങ്കിൽ ഇത് എത്രയാണ്, ഇത് 5 ഡിഗ്രിയാണ് അല്ലേ. റെഫറൻസ് നിന്ന് 5 ഡിഗ്രിയാണ്. പക്ഷേ ഇതെന്താണ്, താഴത്തേക്കാണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ ഒമേഗ ടി -5 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ എന്താണ്, വി എം അല്ലേ. വി എം ആംഗിൾ -15 ഡിഗ്രി. ഇതാണ് ഇതിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇങ്ങനെ വരച്ച് കിട്ടി. വോൾട്ടേജിനേക്കാളും എത്രയാണ്, ഒരു 10 ഡിഗ്രി ലീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും, ഐ എം ആംഗിൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്രയാണ്, -5 ആണ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ട്രിഗ്നോമെട്രിയിലേക്ക് സൈനിലേക്ക് കൺവേർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതാണ് ഐ എം സൈൻ ഒമേഗ ടി -5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ക്ലിയറല്ലോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എല്ലാം വളരെ വ്യക്തമാണ്. നോക്കിയേ, ഇവിടെ ആരാണ് ലീഡ് ചെയ്യണത്, കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. കാരണം ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. കറണ്ടാണ് ലീഡ് ചെയ്യണത്. നോക്കിയേ, കറണ്ടാണ് ലീഡ് ചെയ്യണത്. നോക്കിയേ,
കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 10 ഡിഗ്രി. ഓക്കെ, കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 10 ഡിഗ്രി. എല്ലാം വളരെ കറക്റ്റാണ്. സപ്പോസ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ -5 എന്നാക്കിയിട്ട് ഇവിടെ 2 ഒമേഗ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, 2 ഒമേഗ ടി -5 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇത് ശ്രദ്ധിക്കില്ല, -5 കാണുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും മാറിപ്പോരുത്, ഒരിക്കലും അത് വരില്ല. ഓക്കെ, ഇതെല്ലാം എന്താണ് ഒരേ ഫ്രീക്വൻസിയിൽ ഒമേഗയിലാണ് എന്ത് ചെയ്യണത്, ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്യണത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ശരി, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് 80 സൈക്കിൾസ് ഇൻ 200 മില്ലി സെക്കൻഡ് ഇൻ ഹേർട്സ്. അല്ലേ, 80 സൈക്കിൾ ഇൻ 200 മില്ലി സെക്കൻഡ് നമ്മൾ ഹേർട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. ഹേർട്സ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 1/ടൈം പീരീഡ് ആണ്. 1/ടൈം പീരീഡ് ആണ്, അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് ആണ്, അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ്. എന്താണ്, സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് എന്ത് നമ്മൾ ഫ്രീക്വൻസി അഥവാ ഹേർട്സ് എന്ന് പറയുന്നത്. അല്ലേ, ഫോർ എക്സാമ്പിൾ 50 ഹേർട്സ് അല്ലെ, 50 ഹേർട്സ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്, അതായത് നമ്മൾ 1 സെക്കൻഡ് നോക്കുകയാണെങ്കിൽ അല്ലെ, 1 സെക്കൻഡ് നോക്കുകയാണെങ്കിൽ എത്ര സൈക്കിൾ ഉണ്ടാവും അവിടെ, ഈ പറഞ്ഞ പോലെ 50, 1, 2 അങ്ങനെ എത്ര ഉണ്ടാവും, 50 സൈക്കിൾ ഉണ്ടാവും. 1 സെക്കൻഡിൽ നമുക്ക് എത്ര സൈക്കിൾ കാണാൻ പറ്റും, 50 സൈക്കിൾ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ 50 ഹേർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, 80 സൈക്കിൾ ഉണ്ട് അല്ലേ, 80 സൈക്കിൾ ഉണ്ട് 200 മില്ലി സെക്കൻഡിൽ അല്ലെ, 200 മില്ലി സെക്കൻഡിൽ 80 സൈക്കിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 200 മില്ലി സെക്കൻഡിൽ 80 സൈക്കിൾ ഉണ്ടെങ്കിൽ 200 മില്ലി സെക്കൻഡിൽ 80 സൈക്കിൾ ഉണ്ടെങ്കിൽ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട്, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി അല്ലേ. 1 സെക്കൻഡിൽ എത്ര ഉണ്ടാവും, 80/200 മില്ലി അല്ലേ, ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ മേളിൽ 1000 പോവും. 5 × 4 40, 400. അതാണ് എന്ത്, സൈക്കിൾസ് പെർ സെക്കൻഡ് അഥവാ ഹേർട്സ്. ക്ലിയർ ആയോ? വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 400 ഹേർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇ അല്ലേ. ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ചോദിക്കുന്നത്. നമ്മളെപ്പോഴും സൈനിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈനും കൊസൈനും കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, സൈനും കൊസൈനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. സൈനും കൊസൈനും ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ സൈനാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടും കറക്റ്റ് തന്നെയാണ്, സൈനിസോയിഡാണ് രണ്ടും. ഓക്കെ, സൈനും കൊസൈനും കറക്റ്റാണ്. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് സൈനിൻ്റെ ഫംഗ്ഷൻ വേണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സീക്വൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഇപ്പം മാക്സിമം വാല്യൂ EM ആണ് എല്ലാത്തിൻ്റെയും. അപ്പോൾ EM സൈൻ ω/t + φ ആണ് ഇത് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ. പക്ഷേ ഇവിടെ φ എവിടെയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് 0 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം സൈൻ ω/t ആണ്. പക്ഷേ ω എന്ന് പറഞ്ഞാൽ എന്താണ്, 2πf ആണ്. അതുകൊണ്ട് EM സൈൻ 2πf × t. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഓപ്ഷൻ കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത്. ക്യാപിറ്റൽ ലെറ്റർ T എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ടൈം പീരീഡ് ആണ്. സ്മോൾ ലെറ്റർ T ആണ് നമ്മുടെ ടൈമായിട്ട് വരുന്നത് അല്ലേ, ഫംഗ്ഷൻ വരുന്നത്, വേരിയബിൾ വരുന്നത്, അതാണ് T. EM സൈൻ ω സൈൻ 2πf × t, സ്മോൾ ലെറ്റർ T ആണ്. കോസ് കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബി സെലക്ട് ചെയ്യുക. ബിയും സിയും കറക്റ്റാണ്. പക്ഷേ ഒരെണ്ണം സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബി തന്നെ സെലക്ട് ചെയ്യുക. EM സൈൻ ω 2πf × t, സ്മോൾ ലെറ്റർ T ആണ്. ഓപ്ഷൻ ബി ആണെന്ത് ഇതിൻ്റെ കറക്റ്റ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ഷോസ് 220 വോൾട്ട് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ AC സപ്ലൈ. വാട്ട് വിൽ ബി ദി വോൾട്ടേജ് ഷോൺ വെൻ ഇറ്റ് ഈസ് മെഷർഡ് യൂസിങ് CRO. ഇവിടെ നമുക്ക് മിക്സഡ് മെഷർമെൻറ്റ്സിനെ കുറച്ച് കോൺസെപ്റ്റും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. ഒരു മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ മീൻസ് എന്താണ് ഷോ ചെയ്യുന്നത്, അത് ആ ഒരു വേവ് ഫോമിൻ്റെ എന്താണ്, RMS വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ സിംപ്ലി AC സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ AC സപ്ലൈ എന്താണ്, ഈ പറഞ്ഞ പോലെ സൈനസോഡൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതൊരു സൈനസോഡൽ ക്വാണ്ടിറ്റിയാണ്. അതല്ലാതെ വേറെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ട്രയാങ്കിൾ വേവ് ഫോമോ സ്ക്വയർ വേവ് ഫോമോ ഒന്നുമല്ല. ഇതെന്താണ്, ഇത് നമ്മുടെ സൈനസോഡൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ തന്നേക്കുന്ന ഷോ ചെയ്യുന്ന വാല്യൂ 220 മീൻ ചെയ്യുന്നതാണ്, അത് റീഡ് ചെയ്യുന്നത് RMS വാല്യൂയാണ്. അത് ഏതോ ഒരു ഈ പറഞ്ഞ പോലെ സൈനസോഡൽ ക്വാണ്ടിറ്റീൻ്റെ RMS വാല്യൂയാണ് 220 ആയിട്ട് തന്നേക്കുന്നത്. ആ സെയിം വേവ് ഫോം നമ്മൾ CROയിൽ കാണുമ്പോഴത്തേക്കും എന്താണ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് വാല്യൂ ആണ് കാണിക്കണമെന്നാണ് ചോദ്യം. അപ്പോൾ CRO മെഷർ ചെയ്യണ എന്ത് വാല്യൂ ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ജസ്റ്റ് ഒരു CROയുടെ ഔട്ട്പുട്ടിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ ചാനൽ മാക്സിമം വാല്യൂ 254 വോൾട്ടാണ്. അതായത് മാക്സിമം വാല്യൂ ആണ് എന്ത് ഇത് ഷോ ചെയ്തേക്കുന്നത്. ചില CRO മാക്സിമം വാല്യൂ ഷോ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ പീക്ക് ടു പീക്ക് വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ ഷോ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന്. 220 വോൾട്ട് RMS വാല്യൂ ആണെങ്കിൽ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ അറിയാം. Vmax / √2 ആണ് എന്ത് VRMS എന്നറിയാം. അങ്ങനെയാണെങ്കിൽ Vmax എന്ന് പറഞ്ഞാൽ VRMS × √2 ആണ്. അപ്പോൾ തന്നേക്കുന്ന VRMS 220 വോൾട്ട് ആണ്. അപ്പോൾ 220 വോൾട്ടിൻ്റെ √2 ചെയ്യുക. 220 വോൾട്ടിൻ്റെ √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.4 ആണ്. ഏകദേശം 1.5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 330 വോൾട്ട് കിട്ടും. 330 വോൾട്ടിനേക്കാൾ താഴത്താണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ചില CRO എന്താണ് പീക്ക് ടു പീക്ക് വാല്യൂ, അതായത് 2 VM ആയിരിക്കും മെഷർ ചെയ്യണത്.
11ൻ്റെ ഇരട്ടി വാല്യൂ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 622. ആ ഓപ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് മാക്സിമം വാല്യൂ തന്നെയാണ് ഇത് ഷോ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 311. ഓക്കെ, അപ്പം CRO മെഷർ ചെയ്യുന്നത് ഷോ ചെയ്യുന്നത് മാക്സിമം വാല്യൂ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വോൾട്ട് മീറ്റർ മീൻസ് മൂവിങ് കോയിൽ വോൾട്ട് മീറ്റർ AC സപ്ലൈ കൊടുക്കുമ്പോൾ അത് റീഡ് ചെയ്യണം എന്താണ്, അത് RMS വാല്യൂ ആണ്. അതാണ് 220 എന്ന് തന്നേക്കുന്നത്. RMSും മാക്സിമം തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി വെച്ചേക്കുക. VRMSൻ്റെ √2 ആണ് V മാക്സിമം വാല്യൂ. ഓക്കെ, ഓപ്ഷൻ ഡി ആണെന്ത് ഇതിൻ്റെയും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് വൺ ഓൾട്ടർനേഷൻ ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പം എന്താണ് ഈ വോൾട്ടർനേഷൻ എന്ന് കറക്റ്റ് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഓൾട്ടർനേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാം. 1/2 cycle of an alternating quantity is called an alternation. An alternation is span 180 degree electrical. അതിൻ്റെ സ്പാൻ എത്രയാണ്? 180 degree electrical ആണ്. 1/2 cycle-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു 1 alternation എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേഷൻ ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേഷൻ ഉണ്ട്. ഓൾട്ടർനേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണ്, 180 degree സ്പാനിലാണ് അല്ലേ, 1/2 cycle-ആണ്. അതാണ് ഇതിൻ്റെ പോയിന്റ്. നോക്കിയേ, ഫോർ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് വൺ ഓൾട്ടർനേഷൻ ഈസ് ഈക്വൽ ടു. ഒരു ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, 1/2 cycle ആണ്. അതാണ് ഓപ്ഷൻ എ വരുന്നത്. അപ്പോൾ അത് ആ ഒരു ടേം നിങ്ങൾ മാറിപ്പോരുത് കേട്ടോ, അത് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ചിലർക്കൊന്നും അറിയില്ലത് എന്താണ് ഈ ഓൾട്ടർനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ 180 degree ഇലക്ട്രിക്കലാണ്. ഇറ്റ് ഈസ് ഫോർ ഹാഫ് സൈക്കിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഓപ്ഷൻ എ ആണെന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. വേറെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, ഫോർ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് 1 cycle ഈസ് ഈക്വൽ ടു. വേറെ രീതിയിൽ ചോദിച്ചേക്കണം, 1 cycle എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു സൈക്കിൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഫോർ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് 1 cycle ഈസ് ഈക്വൽ ടു എത്ര ഓൾട്ടർനേഷൻ ഉണ്ടാവും നോക്കിയേ. ഒരു സൈക്കിൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് ഓൾട്ടർനേഷൻ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഓൾട്ടർനേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൊത്തം സ്പാൻ എന്ന് പറഞ്ഞാൽ 360 degree ആണ്. ഒരു ഓൾട്ടർനേഷൻ്റെ സ്പാൻ എത്രയാണ്, 180 degree ആണ്. അത് ഹാഫ് സൈക്കിളാണ്. ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹാഫ് സൈക്കിൾ ഉണ്ടാവും, വീണ്ടും ഒരു ഹാഫ് സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ 2 ഓൾട്ടർനേഷൻ ചേർന്നാണ് എന്ത് ഈ പറഞ്ഞ 1 cycle ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 2 ഓൾട്ടർനേഷൻ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് എന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് സൈക്കിൾ. ഒരു സൈക്കിളിൻ്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചേക്കണം അല്ലേ. നമുക്കറിയാം ഓൾറെഡി ഒരു സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് സെറ്റും ഉണ്ടാവും, ഒരു നെഗറ്റീവ് സെറ്റ് ഉണ്ടാവും അല്ലേ. മൊത്തം എത്രയാണ്, ഒരു സെറ്റ് ഉണ്ടാവുള്ളൂ. ഒരു സെറ്റ് ഓഫ് എന്താണ്, 1 set ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആണ് എന്ത് പറയുന്നത്, നമ്മളൊരു സൈക്കിളായിട്ട് പറയുന്നത് അല്ലേ. അപ്പം 1 complete set ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് സൈക്കിൾ. ഓക്കെ, ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി ആണ്, 1 complete cycle, 1 complete set ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. ശരി, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് ആവറേജ് ആൻഡ് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. നമുക്ക് അതുമായിട്ട് വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.